അപ്പോൾ ഇയാൾ ഓരോ കാര്യം പറയാൻ തുടങ്ങി ഇങ്ങനെ. അതായത് ഞാനൊക്കെ IASരൊക്കെ പണ്ടേ കണ്ടു തുടങ്ങിയതാണ്, അതാണ് ഇതാണ്. പിന്നെ ഞാൻ അണലിയാണെന്നോ എന്തോ വേറെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അണലിയാണെങ്കിൽ എന്തായാലും ഞാനൊരു വടിയെടുത്ത് തല്ലിക്കൊള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് വന്നാൽ ഐ ബിക്കം വെരി കൂൾ. അല്ലാത്ത സമയത്ത് ഐ ആം നോട്ട് വെരി കൂൾ. എൻ്റെ ഓഫീസേഴ്സും പറയും വെൻ എ ക്രൈസിസ് ഐ ആം അബ്സൊല്യൂട്ട്ലി കൂൾ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ കത്തിയോണ്ട് കുത്തിയപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന ഒരു എനിമിറ്റിയുള്ള നമ്മളാരും വെരിഫൈ ചെയ്തവരല്ല. അവർ തോക്കുകൊണ്ട് വെടിവെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ ആക്ച്വലി ഇരുന്നത് ഞാൻ വാങ്ങിച്ച ചെയറിലാണ്. കാരണം എനിക്ക് ഹെഡൊക്കെ വെക്കാനായിട്ട് പറ്റിയത് ഞാൻ അവിടെ നിന്ന് പൈസ വേണ്ട ആകെ കസേര പിടി കണ്ട് കിടപ്പുണ്ട്. അപ്പോൾ DGയുടെ ചെയർ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഞാൻ, കാരണം സ്വന്തം ചെയറായതുകൊണ്ട്. പിണറായി വിജയൻ എന്നോട് പറയുകയാണ്, നോക്ക് ഞങ്ങൾ വേറെ DG വയ്ക്കുകയാണ്, നിങ്ങളെ വേറെ സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യാണ്. അപ്പം ഞാൻ പറയാം എനിക്ക് എൻ്റെ സാലറി അത് തന്നെ തരണം, എവിടെയായാലും ഞാൻ പോയേക്കളാന്ന്. അങ്ങനെ ഞാൻ പറയുള്ളൂ. ഞാൻ ഫൈറ്റിനപ്പോൾ പോയില്ല. കാരണം എന്നെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ നമ്മൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? എൻ്റെ ഒപ്പീനിയൻ അതാണ്. ഐ വുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ്. ഈ KSRTCയിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് അദ്ദേഹം അനലിയാണെന്നൊക്കെ പറഞ്ഞു. അതെ. അല്ല, അതിപ്പോൾ നോക്കുക, ഇവർക്കൊക്കെ ഇവരെല്ലാം എന്താണ് സ്വർണ്ണ കരണ്ടിയും വയലായിട്ട് ജനിച്ചവരും അവർക്കൊക്കെ ഭയങ്കര ഇതുള്ളതാണ്. അപ്പോൾ KSRTCയിൽ അപ്പോൾ ഇവിടെ തെന്മലയിൽ ഈ ഡിപ്പോ അന്ന് അങ്ങയുടെ പത്തനാപുരം മണ്ഡലത്തിലാണ് ആ സ്ഥലം. നമ്മൾ പോയി ഡിപ്പോക്കെ വളരെ സൗകര്യം കുറവാണ്, ഉദ്ഘാടനം ചെയ്തു. അതിനിടയ്ക്ക് പുനലൂർ തെന്മല റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായിട്ട് ആകുകയും അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുകയും പിന്നെ ഈ ഡിപ്പോയിലേക്കുള്ള കറണ്ടില്ല, വെള്ളമില്ല, ഒന്നുമില്ല. നമ്മുടെ ജീവനക്കാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി ഐ ടോൾഡ് യു ക്ലോസ് ഡൗൺ ഇറ്റ് ആൻഡ് ബ്രിങ് ടു പുനലൂർ വന്ന് അല്ലെങ്കിൽ കുളത്തപ്പുഴ വന്ന് അങ്ങനെ ചെയ്താൽ മതി. ഇയാൾക്ക് അവിടെ ഡിപ്പോ തുറന്നേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം ജോസ് തെറ്റേൽ എന്ന് പറഞ്ഞ മന്ത്രിയാണ്. ഇവരെല്ലാം അതായത് ആദ്യം എന്നെ അവിടെ കൊണ്ടുവന്നത് മാത്യു ടി തോമസ് എന്ന് പറഞ്ഞ മന്ത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഫുൾ ഫ്രീഡം വേണം, അങ്ങനെയൊക്കെ വളരെ കണ്ടീഷനിൽ പോയത്. ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തു. എനിക്ക് ആക്ച്വലി നോ കംപ്ലയിൻറ്റ് അബൌട്ട് അവിടുത്തെ വർക്കേഴ്സ്. 99.9 വർക്കേഴ്സ് എൻ്റെ കൂടിയായിരുന്നു. ആൻഡ് വി കുഡ് ഡു ലോട്ട് ഓഫ് തിങ്സ് ദർ. അബ്സല്യൂട്ട്ലി പലരും പറയുന്നുണ്ടല്ലോ അവിടുത്തെ ജോലിക്കാരാണ് നശിപ്പിക്കുന്നത്. അങ്ങനെയല്ല. എനിക്ക് ഐ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ, ടോട്ടലി ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. ഞാൻ രണ്ടാമത്തെ ബുക്കിൽ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുണ്ട് KSRTCയെ പറ്റി. അപ്പോൾ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവനെ മന്ത്രി മാറി ജോസ് തെറ്റേൽ മന്ത്രി വന്ന സമയത്ത് ഒരു ദിവസം എന്നെ ഓഫീസിലൊന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ ഈ MLA സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മന്ത്രിയുടെ ഒരു സൈഡിൽ ഞാനിരിക്കുന്നു. ഒരു 4-5 CITU വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ അപ്പുറത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഇഷ്യൂ, അവിടെ തൊഴിലാളികൾക്ക് വെള്ളമില്ല, വെളിച്ചമില്ല, അങ്ങനെയുള്ള സ്ഥലത്ത് വിടാനായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ ഓരോ കാര്യം പറയാൻ തുടങ്ങി ഇങ്ങനെ. അതായത് ഞാനൊക്കെ IASരൊക്കെ പണ്ടേ കണ്ടു തുടങ്ങിയതാണ്, അതാണ് ഇതാണ്. പിന്നെ എന്താണ് ഞാൻ അണലിയാണെന്നോ എന്തോ വേറെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അണലിയാണെങ്കിൽ എന്തായാലും ഞാനൊരു വടിയെടുത്ത് തല്ലിക്കൊള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതിനിടയ്ക്ക് മന്ത്രി എൻ്റെ കൈമ തട്ടും. ഇയാൾ കാര്യമായിട്ട് പറയുമ്പോൾ സെൻകുമാറൊന്നും മിണ്ടാതിരിക്കണം എന്നുള്ള എനിക്ക് കൈമ തട്ടുകൊണ്ടിരുന്നു. ഞാൻ അവസാനം ഇത് പറഞ്ഞു, അതോടുകൂടി നിന്നു. തീ സ്റ്റോപ്ഡ്. അത്രയേ ഉള്ളൂ അതിൽ. സാറേ, ഒടുവിൽ ഈ ഒരു ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു നിയമ പോരാട്ടം, അതായത് DGPയിൽ നിന്ന് മാറ്റി നിർത്തി. ഇല്ല, അതിന് മുന്നൊരു കാര്യം ഞാൻ പറയാം. അതായത് പുറ്റിങ്ങൽ ആക്സിഡൻ്റ് ഉണ്ടായല്ലോ. പുറ്റിങ്ങൽ ബ്ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അന്ന് കാലത്ത് അപ്പം നമ്മളൊക്കെ അവിടെ നേരത്തെ എത്തി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് വന്നാൽ ഐ ബിക്കം വെരി കൂൾ. അല്ലാത്ത സമയത്ത് ഐ ആം നോട്ട് വെരി കൂൾ. എൻ്റെ ഓഫീസേഴ്സും പറയും വെൻ എ ക്രൈസിസ് ഐ ആം അബ്സല്യൂട്ട്ലി കൂൾ. എനിക്ക് അബ്സല്യൂട്ട്ലി ഇത് ബിക്കോസ് ദ ക്രൈസിസ് ഇസ് ഓൾറെഡി ടേക്കൺ പ്ലേസ്, യു ഹാവ് ടു കൺട്രോൾ ഇറ്റ് ഫർദർ തിങ്. അപ്പോൾ അവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് വന്നു പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. ഐ കാൾഡ് AK സിൻഹ. അദ്ദേഹം മരിച്ചുപോയി അൺഫോർച്ചുനേറ്റ്ലി. AK സിൻഹ എൻ്റെ ADG ഹെഡ് ക്വാർട്ടർ ആയിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി വിളിച്ച അവിടെ SPGയുടെ ഡയറക്ടറായിട്ട് വന്നു. ഞാൻ AK സിൻഹയോട് പറഞ്ഞു യു ടെൽ ദ പ്രൈം മിനിസ്റ്റർ ഇന്ന് വരരുത്, കാരണം ഇങ്ങനെയാണ് സിറ്റുവേഷൻ. ഇവിടെ അൺഎക്സ്പ്ലോർഡായിട്ട് ഈ പടക്കങ്ങളും ബാക്കിയെല്ലാം കിടക്കുകയാണ്. അതിൻ്റെ 100-100 പേര് മരിച്ച ഹോസ്പിറ്റൽ അങ്ങനെയാണ്. ഞങ്ങൾക്ക് എൻ്റെ ശബരിമലയിൽ ഉത്സവം നടക്കുകയാണ്, മാൻ പവർ കുറേ അവിടെയാണ്. ഇനി ഞാൻ മാൻ പവർ ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് ഒരു ദിവസമെങ്കിലും വേണ്ടി വരും. സോ പ്ലീസ് ടെൽ ദ പ്രൈം മിനിസ്റ്റർ ദാറ്റ് യു ഷുഡ് നോട്ട് കം.
അത് കഴിഞ്ഞ് വേറെ അവരുടെ ഓഫീസിലൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഗവൺമെൻറ്റിലും പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇത് ഇറ്റ് ഈസ് ടോട്ടലി അൺസേഫ് ഫോർ ഹിം ടു കം ഹിയർ എന്ന് പറഞ്ഞു. പക്ഷേ ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് ഈ കെയിം. അത് നമ്മൾ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. എന്തായാലും ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ICU യൂണിറ്റൊക്കെ തകർന്നു പോയി ആ തിരക്കിൽ. ഏതായാലും മറ്റൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ പൊള്ളലേറ്റവർക്കൊക്കെ ആക്ച്വലി ICUവിൽ ഇതുപോലെ എക്സ്പോഷർ വന്നത് എന്താണെന്ന് പറയും. അത് കഴിഞ്ഞ് ഏതോ ടൈംസ് ഓഫ് ഇന്ത്യക്കാരൻ ആരും എന്നോട് ചോദിച്ചു ഇങ്ങനെ. അത് ഞാൻ പറഞ്ഞു, ഈ SPG പ്രൊട്ടക്ഷനുള്ള ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള അപകട സ്ഥലത്ത് അതാത് ദിവസം ആ സമയത്ത് തന്നെ വരരുത്. ദാറ്റ് ഈസ് 2-3 things. 1, ഇറ്റ് ഈസ് ഫോർ ഹിസ് സേഫ്റ്റി. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ കത്തിയോണ്ട് കുത്തിയപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന ഒരു എനിമിറ്റിയുള്ള ആര്, നമ്മളാരും വെരിഫൈ ചെയ്തവരല്ല അവർ പ്രീ വെരിഫിക്കേഷൻ നമുക്ക് സമയം കിട്ടുന്നില്ല. തോക്കുകൊണ്ട് വെടിവെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ പ്രൈമർലി ഹിസ് സേഫ്റ്റി ഈസ് ഇൻ അതായത് അത് അങ്ങനെയൊക്കെ പറഞ്ഞു. ദാറ്റ് ബിക്കെയിം എ ബിഗ് ഇഷ്യൂ. അപ്പോൾ കുറേ അധികം റിട്ടയർഡ് ഓഫീസേഴ്സ് എനിക്ക് എഴുതുകയും വിളിക്കുകയൊക്കെ ചെയ്തു. വാട്ട് യു ടോൾഡ് ഈസ് ട്രൂ ആൻഡ് ഓൾ ദോസ് തിങ്സ്. പക്ഷേ BJPക്കാർ അന്ന് ചെറിയ ഇഷ്യൂ ഒക്കെ അനുരാഗ് താക്കൂറൊക്കെ അങ്ങനെ പറഞ്ഞു, നമ്മൾ കോൺഗ്രസിൻ്റെ DGP ആണ്, അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് സംഗതി. ഫസ്റ്റ് മൈ ടാർഗറ്റ് ഈസ് ദാറ്റ് SPG പ്രൊട്ടക്റ്റ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺ. അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് വെൻ വി ആർ അണേബിൾ ടു ഡു. സെക്കൻഡ് തിങ്, ആൾ അവർ ആക്ടിവിറ്റീസ് ആർ സ്റ്റോപ്ഡ്. അതായത് റെസ്ക്യൂ ആ സാധനങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അവർ ഓൺലി ഡ്യൂട്ടി ഈസ് നൗ ദെൻ ലുക്കിംഗ് ആഫ്റ്റർ ദ പ്രൈം മിനിസ്റ്റർ. സോ ഹൂ സഫർ? ഈ ഇഞ്ചേർഡും ബാക്കിയുള്ള ആൾക്കാരും ഈ മരിച്ചെടുക്കുന്ന ആൾക്കാരും ബാക്കി എല്ലാം കൂടിയാണ് സഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. വാട്ട് എവർ അന്ന് നമ്മൾ ഫേസ് ചെയ്ത്, ഇപ്പോൾ ഐ ഡോണ്ട് സീ ദ PM ഗോയിങ് ടു ആക്സിഡൻറ്റ് സൈറ്റ്സ് ഓൺ ദ ഫസ്റ്റ് ഡേ. എവിടെയും ഹി ഗോസ് ആഫ്റ്റർ 1 day ഓർ ആഫ്റ്റർ മെനി ഡേയ്സ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കും. വി ഹാവ് ടു ടേക്ക് ദ പ്രഷർ ഓൺ ഇനീഷ്യലി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ദാറ്റ് ഈസ് ഫോർ എ കറക്റ്റ് തിങ്. അല്ലാതെ നമ്മൾ വേറെ ഒന്നും മിസ്റ്റീവിയസ് എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയുടെ മനസ്സിൽ വെച്ചിട്ടില്ല. പക്ഷേ വെൻ എ പ്രൈം മിനിസ്റ്റർ കംസ്, അവർ പ്രൈമറി ഡ്യൂട്ടി ഈസ് പ്രൊട്ടക്റ്റ് ഹിം. അത് DG എന്ന നിലയിൽ ഇറ്റ് ഈസ് എ പേഴ്സണൽ ആ ആക്ട് അനുസരിച്ച്, SPG ആക്ട് അനുസരിച്ച് ഇറ്റ് ഈസ് എ പേഴ്സണൽ ഡ്യൂട്ടി ഓഫ് ദ DGP ആൾസോ. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ് അത് നടന്നില്ല. അദ്ദേഹം വന്നു, പക്ഷേ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല, പോയി. ഭാഗ്യം എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാം, lakhs of times there may be attempt and nothing would have happened, but one time they succeed, the whole thing goes. മനസ്സിലായി? അപ്പോൾ അതാണ് സെക്യൂരിറ്റിയിലെ സിസ്റ്റത്തിൻ്റെ ഉള്ളത്. ഇന്ത്യ കണ്ട ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു നിയമ പോരാട്ടമായിരുന്നു ഈ സർക്കാർ DGPയിൽ നിന്ന് മാറ്റി അത്രയും നാളെടുത്ത അതൊരു വിജയം കൈവരിച്ചൊരു പോരാട്ടമായിരുന്നു. അതെങ്ങനെ നേരിട്ടു? അല്ല, നോക്ക്, നമ്മൾ ഒന്ന് അപ്പോൾ അതിന് മുന്നുണ്ടായിരുന്ന രമേഷ് ശ്രീവാസ്തവ UDFൻ്റെ കാലത്ത് DG ആയിരുന്നു. LDFൻ്റെ കാലത്തും വർഷങ്ങൾ തുടർന്നു. പക്ഷേ ജേക്കബ് ന്യൂസ് വന്നു. LDFൻ്റെ കാലത്ത് വളരെ ഇതായിട്ട് ചെയ്തു. UDFൻ്റെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കേസിൽ ആക്ച്വലി ആ പ്രാക്ടീസ് തുടരേണ്ടതാണല്ലോ ഒന്നാമത്തെ കാര്യം. കാരണം നമ്മൾ ഇല്ലെങ്കിൽ ഇവരാരെങ്കിലും പറയട്ടെ, ഇൻക്ലൂഡിങ് സുഡാപ്പീസ്, ഇൻക്ലൂഡിങ് കമ്മീസ്, നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്, ഇൻക്ലൂഡിങ് കൊങ്ങീസ്, എവരിബഡി ലെറ്റ് ദം ടെൽ one instance where I have been partial or one instance I have been എന്താണ് communal. Let them tell even now. I challenge any of them. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ വളരെ ഇമ്പാർഷ്യലായിട്ടും ലീഗലായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളൂ. ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, അങ്ങനെ ഇതിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ അതിനിടയ്ക്ക് ഒന്ന് സംഭവിച്ചത്, ഈ നളിനി നെറ്റോവിൻ്റെ ഒരു കേസുണ്ടായിരുന്നു. അതായത് ഷീ തോട്ട്, ഞങ്ങൾ വളരെ നല്ല ക്ലോസ് റിലേഷനായിരുന്നു. നമ്മൾ ഡൽഹിക്കൊക്കെ പോകുമ്പോൾ ഒരു കാറിലാണ് ഡൽഹിയിൽ അവിടെ ഇതിന് മീറ്റിങ്ങിനൊക്കെ പോയിരുന്നത്. അതിന് നല്ല റിലേഷനായിരുന്നു. ഒരു ഹോം സെക്രട്ടറിയും ഞാൻ DG ആയിട്ട് ആദ്യം വരുന്ന സമയത്ത് വെരി ഗുഡ് റിലേഷൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ബാച്ച്മേറ്റ് SM വിജയാനന്ദ് കൊല്ലം കളക്ടറായിരുന്നു. ആൻഡ് വി വെർ വെരി ഗുഡ്. ആൻഡ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, ഈ മുസറിയിലൊക്കെ അദ്ദേഹം പഠിപ്പിക്കാൻ പോകുമ്പോൾ SP കളക്ടർ റിലേഷൻഷിപ്സിന് എക്സാമ്പിളായിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പറയുമായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അദ്ദേഹം അന്ന് ഡൽഹിയിലായിരുന്നു. കാരണം UDF മിനിസ്ട്രിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഡെപ്യൂട്ടേഷന് വിട്ട് അദ്ദേഹം അതെ അവിടെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവർ നേരത്തെ ഏകദേശം 1 വർഷം മുമ്പോളം നേരത്തെ
ചീഫ് സെക്രട്ടറി ആവുന്നതായിരിക്കണം അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇറ്റ് ഹാപ്പൻ ദാറ്റ് വിജയാനന്ദ് ഇങ്ങോട്ട് വരാൻ ഓപ്ഷൻ കൊടുത്തു. വിജയാനന്ദ് ഇങ്ങോട്ട് വന്നു. സോ ഹീ ഈസ് സീനിയർ ഇൻ ദ ബാച്ച്. ഹീ ബിക്കെയിം ദ ചീഫ് സെക്രട്ടറി. അപ്പോൾ ഇവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞ് ആണ് വിജയാനന്ദിനെ ചീഫ് സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. നൗ വാട്ട് ക്യാൻ ഐ സേ? നമ്മൾ ഒരു മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ചീഫ് സെക്രട്ടറിയെ പോസ്റ്റ് ചെയ്യുന്ന DGPയുടെ കാര്യത്തിലൊക്കെ അതിൻ്റെ പേരിൽ ഷീ ബിക്കെയിം ടോട്ടലി എനിമിക്കൽ. അപ്പോൾ അതിന് മാത്രമല്ല ഇത് ഗവൺമെൻറ്, അതായത് മിസ്റ്റർ പിണറായി വിജയൻ അവരുടെ പാർട്ടിയുടെ ഇതിലായിരിക്കും നമ്മളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. വാട്ട് എവർ ദെയർ റീസൺ, എനിക്കറിയാൻ പറ്റില്ല, വാട്ട് എവർ ദെയർ റീസൺ. അങ്ങനെ വന്ന സമയത്ത് ഐ ഗോട്ട് ദ ഇൻഫർമേഷൻ ദാറ്റ് ദേ ആർ ട്രൈങ് ടു ട്രാൻസ്ഫർ മീ. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു, ഞാൻ അവിടെ ആക്ച്വലി ഇരുന്നത് ഞാൻ വാങ്ങിച്ച ചെയറിലാണ്. കാരണം എനിക്ക് ഹെഡൊക്കെ വെക്കാനായിട്ട് പറ്റിയത് ഞാൻ അവിടെ നിന്ന് പൈസ വേണ്ട ആകെ കസേര പിടി കണ്ട് കിടപ്പുണ്ട്. അപ്പോൾ DGയുടെ ചെയർ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഞാൻ, കാരണം സ്വന്തം ചെയറായതുകൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് എൻ്റെ എടുക്കാനുള്ളത്, എൻ്റെ ഫയൽ തീർക്കാനുള്ളത് എല്ലാം ക്ലിയർ ആയിരുന്നു. അതായത് ഇഫ് ആൻ ഓർഡർ കംസ് അറ്റ് എനി ടൈം, അതായത് ദിസ് ഹാപ്പൻ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ക്ലിയർ ആക്കി തുടങ്ങിയിരുന്നു. I could feel that there will be a change in the government because of so many things happening. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വന്നു. ദെൻ പക്ഷേ അതിനോ പ്രകാശ് സിംഗ് കേസിൽ വളരെ ക്ലിയർ ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ലീഗലി ഐ വാസ് ഷുവർ. അപ്പോൾ ഇവർ ചാർജ് എടുക്കുന്ന ദിവസം എന്നോട് ചില പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, LDFൻ്റെ ആൾക്കാരാണ്, അവരുടെ ഫ്രാക്ഷൻ്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു സാറിന് ട്രാൻസ്ഫർ ഉണ്ടാവും. അവന് ട്രാൻസ്ഫർ ഉണ്ടായി ഞാൻ കേസിനും പോകുന്നു പറഞ്ഞു. അതാണ് എൻ്റെ മറുപടി ആയിരുന്നത്. അപ്പോൾ അത് വന്ന ദിവസം 31-ാം തീയതിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ എൻ്റെ അവിടെ ഓൺ ലീവ്, ഞാൻ ലീവിൽ പോകാമെന്ന് പറഞ്ഞു. ബെഹ്റെ ചാർജ് കൊടുത്തു. ഞാൻ ഉണ്ടായിരുന്നില്ല, ബെഹ്റെ കേം ആൻഡ് ടുക്ക് ചാർജ്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫയലൊക്കെ റൈറ്റ് ടു ഇൻഫർമേഷനിൽ എല്ലാത്ത ഫയൽ എടുത്തു. ക്ലിയർ മാനിപ്പുലേഷൻ, പേജസ് മാറ്റിയിരിക്കുന്നു. മനസ്സിലായോ? ആബ്സല്യൂട്ട്ലി ഏതൊരാൾ കണ്ടാലും പറയാം ഇറ്റ് ഈസ് എ ഫോർജറി. അങ്ങനെയുള്ള ഫയലാണ്. അപ്പോൾ റൈറ്റ് ഇൻഫർമേഷനിൽ എൻ്റെ കോപ്പികളെല്ലാം എടുത്ത് വെച്ചിട്ടാണ്. സോ ഐ വെൻറ്റ് ടു ദ ക്യാറ്റ്. അപ്പോൾ ക്യാറ്റിലെത്തുമ്പോൾ എനിക്ക് ഈ ഫയൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ക്യാറ്റ് പറഞ്ഞു മാത്രമല്ല, എന്നെ മാത്രം മാറ്റമല്ല, ഈ DGക്ക് മാത്രമാണ്, SPCക്ക് മാത്രമാണ് ഹയസ്റ്റ് ഈ ചീഫ് സെക്രട്ടറിയുടെ സാലറി കൊടുക്കുന്നത്. അപ്പോൾ എന്നെ മാറ്റുന്ന പോസ്റ്റിൽ അതിൻ്റെ താഴെയുള്ള സാലറിയിലാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. വാസ്തവത്തിൽ ഈ പിണറായി വിജയൻ എന്നോട് പറയുകയാണ്, നോക്ക് ഞങ്ങൾ വേറെ DG വയ്ക്കുകയാണ്, നിങ്ങളെ വേറെ സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറയാം എനിക്ക് എൻ്റെ സാലറി അത് തന്നെ തരണം, എവിടെയായാലും ഞാൻ പോയേക്കൊള്ളാമെന്ന്. അങ്ങനെ ഞാൻ പറയുള്ളൂ, ഞാൻ ഫൈറ്റിനപ്പോൾ പോയില്ല. കാരണം എന്നെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ നമ്മൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? എൻ്റെ ഒപ്പീനിയൻ അതാണ്. ഐ വുഡ് നോട്ട് ഔട്ടാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്തത്. എന്നെ താഴത്തെ പോസ്റ്റിലേക്ക് പോസ്റ്റ്. അപ്പോൾ ക്യാറ്റ് എന്നെ ഓർഡർ ചെയ്തു, എനിക്ക് സാലറി മറ്റേത് തന്നെ, ആദ്യത്തെ സാലറി തന്നെ തരണം. അതൊരിക്കലും ലോവർ ചെയ്യാൻ പറ്റില്ല, അതിനൊരു നിയമമില്ല. അപ്പോൾ അത് നടന്നില്ല. ഞാൻ ഹൈക്കോടതി പോയി. അൺഫോർച്യുനേറ്റ്ലി ഞാൻ ഈ ഫയലെല്ലാം എൻ്റെ അഡ്വക്കേറ്റിന് കൊടുത്ത് ഐ ടോൾഡ് ഹിം ദിസ് ഷുഡ് ബി പ്രസൻറ്റഡ് ബിഫോർ ദ കോർട്ട്. അൺഫോർച്യുനേറ്റ്ലി ദർ ആർ അതർ റീസൺസ്, ദർ ആർ സംതിങ് ഹാപ്പനിങ്. നമുക്ക് കോടതിയിലൊക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ദർ ആർ സിറ്റുവേഷൻസ് വെയർ പ്രഷർ വർക്ക്സ് ഓൺ അഡ്വക്കേറ്റ്സ് ആൾസോ, സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അതുവരെ വളരെ അടുപ്പുണ്ടായിരുന്നൊരു അഡ്വക്കേറ്റാണ്. എന്തായാലും ഈ ഫയൽ അവിടെ പ്രസൻറ്റ് ചെയ്തില്ല. ഈ ഫയൽ അവിടെ പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് വിന്നിങ് ദ കേസ് ഇൻ ദ ഹൈക്കോർട്ട് ഇറ്റ് സെൽഫ്. ഇനി സുപ്രീം കോടതി പോയി. അപ്പോൾ ഹാരിസ് ബീരാനെ എനിക്ക് KSRTCയിലുണ്ടായിരുന്ന സമയത്ത് അറിയുന്നതാണ്. അപ്പോൾ ഹാരിസ് ബീരാനെ അന്ന് LDFൻ്റെ ഭരണമാണെന്ന് നോക്കണം. സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹാരിസ് ബീരാനായിരുന്നു. മാറ്റാൻ നോക്കിയിട്ട് ഞാൻ സമ്മതിച്ചില്ല, ഹാരിസ് ബീരാനെ നിർത്തി. അന്ന് മുതൽ ഞങ്ങൾ നല്ല ഇതാണ്. സോ ഐ ടോൾഡ് ഹിം എനിക്ക് അത്രയധികം പൈസയൊന്നും തരാനുണ്ടാവില്ല, സംഭവം കേസ് നടത്താൻ വേണം. അങ്ങനെ പക്ഷേ ശാന്തിഭൂഷണൊക്കെ ഓരോ അപ്പിയറൻസിന് 1 ലക്ഷം രൂപ വെച്ച് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിജയാനന്ദനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കേരള ഹൈക്കോടതി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇയാളുടെ പഴയ സാലറി കൊടുക്കണം. ഞാൻ പറഞ്ഞു അന്നപ്പോൾ 7 മാസമായല്ലോ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എന്നെ IMJ ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്തു. അന്ന് വിജയാനന്ദാണ് ചീഫ് സെക്രട്ടറി. ആൻഡ് ഐ വാസ് ആൾസോ റെക്കമെൻഡഡ് ടു ബി ക്യാറ്റ് മെമ്പർ, KIT ക്യാറ്റിൽ മെമ്പറായിട്ട്. ഞങ്ങൾക്ക് IMJ പോയി. ഇറ്റ് വാസ് എ ഗുഡ് ഡേയ്സ് ഇൻ IMJ ടിൽ വിജയാനന്ദ് വാസ് ദേർ. അതിനിടയ്ക്കാണ് ഈ കേസ് സുപ്രീം കോടതിയിലൊക്കെ വന്നത്. അപ്പോൾ സുപ്രീം കോടതി വന്ന ദിവസം പല ദിവസം ഞാൻ പോയി.
അങ്ങനെ ഒരു അപ്പോൾ ഐ വാസ് റിട്ടയറിങ് ഇൻ ജൂൺ. ഇപ്പോൾ ഈ പറയുന്ന ഏപ്രിൽ മാസത്തിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ചും കൂടി നീട്ടി വെച്ചിട്ടാണെങ്കിൽ ഈ കേസ് ഞാൻ റിട്ടയർ ചെയ്തിട്ട് പോകുള്ളൂ. അപ്പോഴും ഒരു പക്ഷേ അത് ഇൻഫ്രക്ഷൻസ് ആവും, കാരണം റിട്ടയർ ചെയ്ത ആളുടെ പിന്നെ കേസാണ്. അപ്പോൾ ബെഞ്ച് പറയുന്നുണ്ട് ഈ ഫയൽസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഫയലും കൊണ്ട് ബെഹ്റ കൊടുത്തയച്ച ഒരു SI അവിടെ നിൽപ്പുണ്ട്. അന്ന് പത്രക്കാർ മുഴുവൻ എൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ സുപ്രീം കോടതിയിലെ ബാക്കിൽ ഞാൻ ഇരിക്കുകയാണ്, പത്രത്തിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് വരും, അങ്ങനെ എല്ലാവരും. അപ്പോൾ ഞാൻ പലപ്പോഴും ചെറിയ നോട്ട്സ് എഴുതിയിട്ട് ഈ പത്രക്കാർ വഴിയാണ് അപ്പോൾ മുന്നിൽ നിൽക്കുന്ന വക്കീലന്മാർക്ക് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഈ ഫയൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ കൗൺസിൽ പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എഴുതി കൊടുത്തയച്ചു. അത് ഇതിൻ്റെ റൈറ്റ് ഇൻഫർമേഷൻ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജഡ്ജസിൻ്റെ അടുത്ത് നമ്മുടെ അഡ്വക്കേറ്റ്സ് പറഞ്ഞു ഈ ഫയലിൻ്റെ റൈറ്റ് ഇൻഫർമേഷൻ കോപ്പി ഈസ് ഓക്കെ, അത് കൊടുക്കാൻ പറഞ്ഞു. നമ്മളത് കൊടുത്തു. ആ പേജ് തുറന്നു നോക്കിയ വശം ജഡ്ജ് വാസ് കൺവിൻസ്ഡ് ഇറ്റ്സ് എ ഭയങ്കര അതല്ലെങ്കിൽ തന്നെ പുറ്റിങ്ങൽ അപകടത്തിൽ എൻ്റെ താഴെയുള്ള ADG പത്മകുമാറിന് പ്രശ്നമില്ല, ഇൻ്റലിജൻസ് ADG ഹേമേന്ദ്രന് പ്രശ്നമില്ല, IG മനോജ് എബ്രാഹിമിന് പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. ഇനി മറ്റേ പെരുമ്പാവൂർ കേസിലാണെങ്കിൽ അവിടുത്തെ SI മുതൽ എൻ്റെ താഴെയുള്ള ADGP വരെ ആർക്കും പ്രശ്നമില്ല. ഞാനാണ് എല്ലാം നേരിട്ട്. പത്രക്കാരെടുക്കുന്ന ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു അന്ന്. എല്ലാത്തിനും ഉത്തരവാദി DG, ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദി. ഇപ്പോൾ ആരെങ്കിലും DGയെ പറ്റി ഇപ്പോൾ കഴിഞ്ഞ 2-3 DGമാരുണ്ടായിരുന്നു, അവരെ എന്തെങ്കിലും ആക്ഷൻ ചെയ്തിട്ടുണ്ടോ? ഐ യൂസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഐ യൂസ് ടു പ്രൊട്ടക്ട് മൈ ഓഫീസേഴ്സ് വെയർ എവർ നീഡഡ്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു ദർ ഇസ് നോ പ്രഷർ ഓൺ യു. ഇപ്പോൾ മറ്റേ പെരുമ്പാവൂർ കേസുണ്ടായ സമയത്ത് അബ്സല്യൂട്ട്ലി നോ പ്രഷർ, വിൽ വർക്ക് സയൻറ്റിഫിക്കലി ക്ലിയർലി. നമ്മുടെ എല്ലാ കേസിലും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ ഫയൽ കണ്ട വശം അവർക്ക് മനസ്സിലായി ഇത് ഒരു ഫോർജഡ് ഫയലാണ്, ആക്ച്വലി ഇങ്ങനെയാണ്. ഇമ്മീഡിയറ്റ്ലി ദേ കെപ്റ്റ് ഇറ്റ് ആൻഡ് ഓർഡേഴ്സ് കെയിം ഞാൻ ഹറി ചെയ്തില്ല, പക്ഷേ കോർട്ട് ഇറ്റ് സെൽഫ് ടുക്ക് ദാറ്റ്. എൻ്റെ വക്കീൽ പറഞ്ഞു ഇതുവരെ പോസ്റ്റിംഗ് കൊടുത്തില്ല, അപ്പോൾ ഇവർക്ക് 20,000 രൂപ ഫൈനും അടച്ച് അങ്ങനെ പോസ്റ്റിംഗ് വന്നു പിന്നെയുള്ള 55 ദിവസം. അപ്പോൾ ചിലർ എന്നോട് ചോദിച്ചു നിങ്ങൾ 2-3 ദിവസം ഇരുന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് പോകാമായിരുന്നില്ല എന്ന്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ 3 മാസത്തിൽ മുന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഐ ഡിഡ്ന്റ് ഹാവ് ദാറ്റ് ഡേയ്സ്. So 50 days I worked like this only. With Pinarayi also I worked just like what I was doing. I didn't have to do other things. The same thing. എൻ്റെ വേ എങ്ങനെയായിരുന്നു that same way I worked under Pinarayi also. അങ്ങനെയാണ് അത് സംഭവിച്ചത്. സാർ, ഈ ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് എങ്ങനെയാണ് സഹകരിച്ചു തുടങ്ങിയത് റിട്ടയർ ആയതിനു ശേഷം? ഒന്ന് അത് കഴിഞ്ഞ് അപ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ADC ഒക്കെ ആയിരിക്കുമ്പോൾ ബേസിക്കലി ഐ ബിക്കെയിം ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ഓൾ ദോസ് തിങ്സ് നമുക്ക് ഇതായിട്ട് ഡെവലപ്പ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ നോക്ക്. രണ്ടാമത് ഇപ്പോൾ ഇന്ത്യ എങ്ങനെ സേവ് ചെയ്യാം? ഇപ്പോൾ നിങ്ങൾക്ക് പോപ്പുലേഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഇന്നിപ്പോൾ കേരളത്തിൽ ഔട്ട് ഓഫ് 100 children born, ഇത് പെർസെൻറ്റേജ് പറയാണ്, 44.5 are Muslims. They are only 27% of the population according to 2011 census. 54.7% of people are supposed to be Hindus. അവർ ജനിക്കുന്നത് 40 ആണ്, and Christians are much below 14. So if this goes within about 18 years, this will become a totally 40-45% Muslims ഉള്ള സ്റ്റേറ്റ്. And this is happening in all over India also. ഒരു സൈഡിൽ there is massive Christianization going on, evangelization going on. ഒരു സൈഡിൽ ഇതും സംഭവിക്കുന്നു, ഇൻഫിൽട്രേറ്റ്സ് കയറി വരുന്നു. സോ വെരി സൂൺ ഇന്ത്യ വുഡ് ഹാവ് ബിക്കം എ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓർ എ ഇവാഞ്ചലിസ്റ്റ് സ്റ്റേറ്റ്. ആ ഒരു സ്ഥിതിയിലാണ്. സോ ഹൂ ഈസ് ദർ ടു പ്രൊട്ടക്റ്റ് ഇറ്റ്? യു വാണ്ട് യുവർ ഫ്രീഡം, യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ, യുവർ ഫ്രീഡം, യുവർ സെക്യൂരിറ്റി, എവറിഥിങ് സ്റ്റാൻഡ്സ് because it is a Hindu majority state. മനസ്സിലായോ? So when I came out, actually BJP people came to me, ചേരാൻ പറഞ്ഞ് MT രമേശൊക്കെ ഇവിടെ വന്നിരുന്നു. So I told I am not joining the party, but I will work for these things I know so well over last so many years, about 20-25
20 ഇയേഴ്സിൻ്റെ എനിക്ക് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം. എങ്ങനെയാണ് ലവ് ജിഹാദ് നടക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതെല്ലാം നമ്മൾ 96 മുതൽ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തടയണം. നമ്മൾ ഒരു ഒരു സെക്കുലർ നാഷനായിട്ട് തുടരണമെങ്കിൽ നമ്മളൊരു ഹിന്ദു നല്ലൊരു മെജോറിറ്റി ആയിട്ട് ഉണ്ടായില്ലെങ്കിൽ എങ്ങനെ നടക്കുള്ളൂ. അതിനിടയ്ക്ക് ഇതെല്ലാം നടക്കുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റുന്ന ഓൺലി വൺ സൈഡ് ഈസ് ദാറ്റ് ഈസ് ദ സംഘ്. അപ്പോൾ ദെൻ അവർ ലോട്ട് ഓഫ് വെൽഫെയർ ആക്ടിവിറ്റീസ്, പിന്നെ അതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത്രയും ബാക്കിയുള്ളവരുടെ പോലെ ഒരു ഇതുമില്ല, ഫോർമാലിറ്റി ഒന്നുമില്ല, വളരെ നന്നായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിൻ്റെ ഇതുണ്ട്. പിന്നെ മെമ്പറായില്ല, ബിക്കോസ് 2-3 things I will not tell. I will tell only maybe after many years. പക്ഷേ one of the main reasons was the freedom, so that I can tell BJP you are doing wrong here. This is wrong. അപ്പോൾ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഇഷ്യൂ വന്ന സമയത്ത് he took a decision. I put a post that is wrong. അതിൽ ആൾസോ I asked, ഇവരാരും എന്താ ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയിട്ട് മുസ്ലിമുകളുടെ അടുത്ത് പോയിട്ട് അവരെ സേവിക്കാത്തത്? അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇന്നും അങ്ങനെ വന്നതിൻ്റെ ഒരു മറുപടിയാണ് 7 പേജ് സെൻകുമാറും മുസ്ലിം സമൂഹം എന്നും പറഞ്ഞൊരു 7 പേജുണ്ട്. അത് കൃത്യമായിട്ട് മറുപടി ഉണ്ട്. ഇനി അതിനെ ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കട്ടെ. അപ്പോൾ അത് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ എന്താണ് സംഘത്തിൻ്റെ കൂടെയുണ്ട്, അതുപോലെ സേവാഭാരതിയുടെ കൂടെയുണ്ട്, ഹിന്ദു ഐക്യവേദിയുടെ കൂടെയുണ്ട്, പിന്നെ അങ്ങനെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കൂടെയുണ്ട്, അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. അപ്പം അങ്ങനെ കുറേ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ആർ ദെയർ. അപ്പോൾ എനിക്ക് തീരെ സമയമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ നാളത്തെ ഇവരുടെ വിശ്വകർമ്മയുടെ ഇതിന് പോകുന്നുണ്ട്. വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു യുണൈറ്റ് ദ ഹിന്ദുസ് ബിയോണ്ട് ദ കാസ്റ്റ്. സോ ദാറ്റ് ഇസ് ദ ഓൺലി വേ വി ക്യാൻ സർവൈവ്. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ കുറേ പേര് വിളിച്ച് പറയാറുണ്ട്, ഇവരെയൊക്കെ വിട്ടിട്ട് ഇടുവാ, ഞങ്ങൾക്ക് വെള്ളാപ്പള്ളിയൊക്കെ തടഞ്ഞ് മാറ്റിക്കളഞ്ഞിട്ട് അവിടേക്കൊക്കെ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറയും, സി ഈവൺ ആസ് എ യുണൈറ്റഡ് ഹിന്ദു വി ആർ ഇൻ എ ഡീപ്പ് വാട്ടർ. സോ നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങളൊക്കെ എവിടെ പോകുന്നു, കാസ്റ്റ് വൈസ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് യുണൈറ്റ് ദ ഹിന്ദുസ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. അറ്റ് വാട്ട് എവർ തിങ് ഐ ഹാവ് ടു ഡു ദാറ്റ് ഐ വിൽ ഡു വാട്ട് എവർ പോസിബിൾ ഫോർ ദാറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ് വിച്ച് എന്താണ് ഉള്ളത്. അങ്ങനെയാണ് അതിൽ പോകുന്നത്.